ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിൻ്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1191 സ്പോയിലേഴ്സാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നല്ലപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെച്ചേക്കുക. ഇനിയപ്പോൾ നമുക്ക് നേരെ സ്പോയിലേഴ്സിലേക്ക് കിടക്കാം. ചാപ്റ്ററിൻ്റെ പേര് ദെയർ ഈസ് സ്റ്റിൽ ലോക്കി എന്നാണ്. സോ അവിടെ പരിക്കേറ്റ് കിടക്കുന്ന ലോക്കിയുടെ ഒരു കംബാക്ക് മൊമെൻ്റ് ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ഈ ചാപ്റ്ററിൽ കിട്ടുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്കൊരു കളർ സ്പ്രെഡ് ആണ് കിട്ടുന്നത്. അതായത് സ്ട്രോ ഹാറ്റ്സ് ഒരു ആഫ്രോ പാർട്ടിയിൽ നിൽക്കുന്ന ഒരു ചിത്രം. ചാപ്റ്റർ ആരംഭിക്കുമ്പോൾ ബിബ്ലോ ചോപ്പറുമായിട്ട് സംസാരിക്കുന്ന ഒരു രംഗം നമുക്ക് കിട്ടുന്നുണ്ട്. സോ അപ്പം ഞാൻ കഴിഞ്ഞൊരു തിയറിയിൽ പറഞ്ഞ പോലെ ബിബ്ലോയോട് സംസാരിക്കാൻ തന്നെയാണ് സോള് ലൈബ്രറിയിലേക്ക് ചോപ്പറിനെ വിളിപ്പിച്ചത്. സോ വോയിഡ് സെഞ്ചുറിയെ പറ്റി എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നമുക്ക് കിട്ടാൻ വഴിയുണ്ട്. ഇപ്പോൾ സോറോയും സോമേഴ്സും തമ്മിൽ നടക്കുന്ന ഫൈറ്റും നമ്മളെ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതേപോലെ ഇമു ഇപ്പോൾ ഉള്ള രൂപത്തിൽ നിന്ന് പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയിരിക്കുകയാണ്. അവനവൻ്റെ സൈസും വലുതാക്കി. അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ള 2 കൊമ്പുകൾക്ക് പകരം 4 കൊമ്പുകൾ. അതേപോലെ തന്നെ അവൻ്റെ കൈകൾ കറുത്ത നിറമുള്ളതായി മാറി എന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഇമുവിൻ്റെ മറ്റൊരു രൂപം റിവീൽ ആവുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. സോ ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇമു ഗബാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ നീ ആരാണെന്നൊക്കെ. ഇപ്പോൾ ഇമു അത് ഓർത്തെടുക്കുന്നുണ്ട്. ഇമു പറയുന്നു, നീ ആ ഗോഡ് വാലി ഇൻസിഡൻറ്റിൽ നിന്നുള്ള പയ്യനായിരുന്നോ? നീ ഇത്രയ്ക്ക് സ്ട്രോങ് ആവുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എനിക്കിത് അന്നേ അറിയാമായിരുന്നെങ്കിൽ അന്ന് റോക്സിനെ കൊന്ന കൂട്ടത്തിൽ നിന്നെയും ഞാൻ തീർത്തേനെ. അതേപോലെ തന്നെ ഇമുവിൻ്റെ ആ വലിയൊരു അറ്റാക്ക് കിട്ടിയിട്ടും ഒരു കൈ മാത്രമേ പോയുള്ളല്ലോ. അതിൽ ഗബാനെ ഇമു കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഗബാനിപ്പോൾ ഇതിനെ ഇമുവിൻ്റെ അടുത്ത് മറുപടി പറയുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുന്നു, താങ്ക് യു, പക്ഷേ എൻ്റെ ആ അറ്റാക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതിന് നിന്നെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ എനിക്കിപ്പോൾ പറ്റാത്ത അവസ്ഥയാണ്, ക്ഷമിക്കണം. ഗബാൻ അതേപോലെ ലൂഫിയോട് പറയുന്നുണ്ട് ഈ സമയം കൊണ്ട് നിന്റെ ക്രൂവിനെയും കൂട്ടി എൽബാഫ് വിട്ടോളാൻ. പക്ഷേ ലൂഫി അതിന് സമ്മതിക്കുന്നില്ല. സ്വാഭാവികം. ഇപ്പോൾ ഇമു ആണെങ്കിൽ ഗബാനെയും ലൂഫിയും കൊല്ലാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹാജറുദ്ദീൻ എത്തുന്നു. എന്നിട്ട് അവൻ ഇമുവിനെ ഇവരുടെ അടുത്തു നിന്ന് ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ആ ഒമൻ ഫ്ലെയിംസിൻ്റെ അറ്റാക്കിൽ ഹാജറുദ്ദീനും അഫക്റ്റഡ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇമുവിൻ്റെ പവർ അറിയാവുന്ന ഗബാൻ ഹാജറുദ്ദീനോട് ഇവിടുന്ന് ഓടി മാറാനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഹാജറുദ്ദീൻ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഇവൻ്റെ ഒന്നും മുന്നിൽ തല കുനിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ഇനി ഞാൻ ഈ ഫൈറ്റിൽ അങ്ങ് ചത്തു വീണാലും ലോക്കി ഒരുത്തൻ ജീവനോടെ ഇപ്പോഴും ബാക്കിയുണ്ട്, അവൻ വരും. ഇതൊക്കെ ചാപ്റ്ററിൽ പീക്ക് രോമാഞ്ച മൊമെന്റ്സ് ആയിരിക്കും ഗൈസ്. ഇപ്പോൾ ഹാജറുദ്ദീൻ ഈ ഡയലോഗൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ലോക്കിയും ഇങ്ങോട്ടൊക്കെ എത്തുന്നുണ്ട്. ഇപ്പോൾ ലൂഫി ആണെങ്കിൽ അവനവിടെ മാറ്റി വെച്ചിരുന്ന ഫുഡൊക്കെ എടുത്ത് കഴിച്ചിട്ട് പഴയ ഫോമിലായിട്ടുണ്ട്. അതായത് ഇമുവിൻ്റെ അടുത്തു നിന്ന് കിട്ടിയ ആ മുറിവുകളൊക്കെ റിക്കവർ ആയിട്ടുണ്ട്. ആൻഡ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് നമുക്കൊരു കിടിലൻ മൊമെൻ്റ് ആണ് കിട്ടുന്നത്. അതായത് ലൂഫിയും ലോക്കിയും ഹാജറുദ്ദീനും ഇവർ 3 പേരും കൂടെ ഒരു കമ്പൈൻഡ് അറ്റാക്ക് ഇമുവിന് നേരെ ചെയ്യുകയാണ്. അതായത് ഗൊക്കോക്കു സോവറനിറ്റി. അതിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത് സോവറൈനിറ്റി ഓഫ് 3 ജനറൽസ് എന്നാണ്. അപ്പോൾ ഈ ഒരു അറ്റാക്കിലെങ്കിലും ഇമുവിന് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റുമെന്ന് നമുക്ക് അടുത്ത ആഴ്ച അറിയാൻ പറ്റില്ല. കാര്യം അടുത്ത ആഴ്ച വീണ്ടും ഒരു ബ്രേക്കാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച മാഗസിൻ ബ്രേക്ക് ആയിരുന്നു. ഈ ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓടെ എടുക്കുന്ന ബ്രേക്കാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് നല്ലൊരു സപ്പോർട്ട് തരിക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെക്കുക. സോ അപ്പോൾ ഈ കിടിലൻ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.